കുടുംബം ഇടുങ്ങിയതല്ല, കുടുംബം വിശാലമാണ്. ഒരാൾ മറ്റൊരാളെ ചേർത്തു പിടിച്ച് ഒന്നും ചേർന്ന് വലിയ ഒന്നായി മാറുന്ന ഏർപ്പാടാണ് കുടുംബം. അതാ കുടുംബത്തിൻ്റെ സൂത്രവാക്യം. ഒന്നും ചേർന്ന് രണ്ടാവുന്ന, തല്ലിപ്പിരിയുന്ന അവസ്ഥയല്ല. വൈക്കം മുഹമ്മദ് ബഷീറിനോടാ ചോദിച്ചത് മാഷ്, ഒന്നും ചേർന്നാൽ എത്രയാന്ന്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുന്നേറ്റ് നിൽപ്പിച്ച് മാഷ് ചോദിച്ച ചോദ്യ, ഒന്ന് എത്രയാന്ന്? ബഷീർ മറുപടി പറഞ്ഞു, ഒന്നും ഇമ്മിണി ബല്യൊന്ന്. മാഷ് കണ്ണുരുട്ടി കളിയാക്കി. ബഷീറിനെ എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ട് മാഷ് ചോദിച്ചു, പൊട്ട, ഒന്നും ചേർന്നാൽ രണ്ടല്ലേ? ബഷീർ മാഷോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മാഷേ, ഒരു ചെറിയ നദിയും മറ്റൊരു ചെറിയ നദിയും കൂടി ചേർന്നാൽ രണ്ടാകുമോ? മാഷ് ഇരുന്നു പോയി. അല്ലേ, ഒരു നദിയും മറ്റൊരു നദിയും ചേർന്നാൽ വലിയ നദിയായിട്ട് ഒഴുകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാത്തമാറ്റിക്സിലെ സമവാക്യമല്ല കുടുംബത്തിൻ്റെ സമവാക്യം. ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു വലിയ നദിയായി ഒഴുകുന്നതിൻ്റെ പേരാ കുടുംബം. ഇത് ഇന്നത്തെ തലമുറക്ക് കുടുംബം എന്നതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ, കുടുംബം എന്നതിനെ മറ്റു പലരും ചേർന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ള കുടുംബത്തെ ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം എൻ്റെ മുമ്പിലിരിക്കുന്നവർക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്കാണ് ഞാൻ ഇനി നിങ്ങളോട് വിരൽ ചൂണ്ടുന്നത്. എന്തു ചെയ്യും നമ്മൾ എന്താ ചെയ്യാനുള്ളത്? ഒരു ഭാഗത്ത് കുടുംബം ഇങ്ങനെയാണ് എന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മറുഭാഗത്ത് കുട്ടികളുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളുമൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുടുംബം ഒരു പ്രശ്നമാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ട കുട്ടി ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ജീവിതത്തിലേക്ക് നോക്കുക. എൻ്റെ ഉമ്മയും ബാപ്പയും എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ ഉമ്മാനെ ബാപ്പ സ്നേഹിക്കുന്നുണ്ടോ? ബാപ്പാനെ ഉമ്മ സ്നേഹിക്കുന്നുണ്ടോ? ബാപ്പാക്ക് വേണ്ടതെല്ലാം സ്നേഹത്തോടെ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? ഉമ്മായുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ബാപ്പ നടക്കുന്നുണ്ടോ? ആരാ നോക്കണമെന്നറിയോ? 6ാം ക്ലാസ് മുതൽ തന്നെ ബുദ്ധി തെളിയുന്ന, കൃത്യമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ പഠിച്ച ആധുനിക തലമുറ. എന്താ ഈ തലമുറൻ്റെ പേര്? ജനറേഷൻ ആൽഫ. 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിൻ്റെ പേര് ആൽഫ ജനറേഷൻ എന്നാ. വളരെ ബുദ്ധിരാക്ഷസന്മാരാണവർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ജീവിക്കുന്നവരാണവർ. AI ടൂൾസുകൾ ഉപയോഗിച്ച് ലോകത്തെ നോക്കിക്കാണുന്നവരാണവർ. അവരുടെ മുന്നിൽ അവർ നോക്കുക, എൻ്റെ ബാപ്പ ഉമ്മനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മ ബാപ്പനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മ അനുസരണമുള്ള ഉമ്മയാണോ? എൻ്റെ ബാപ്പ നല്ല ഉഷാറാണോ? അവർ തമ്മിലുള്ള ജീവിതം സന്തോഷമാണോ എന്ന് ഈ ചാനൽ കണ്ട്, ഇൻസ്റ്റഗ്രാം കണ്ട്, ഇവരുടെയൊക്കെ പോസ്റ്റ് കണ്ട് ഇടുങ്ങിയതാണ് കുടുംബം എന്ന് എത്ര ഉറക്കെ പറയുമ്പോഴും കുട്ടിയുടെ നേർക്കാഴ്ച, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും കുടുംബമാണ്. അപ്പോൾ കുടുംബം തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എൻ്റെ മുമ്പിലുള്ളത്. ആ ഗ്രൂപ്പിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബം, നിങ്ങളും ഭാര്യയും തമ്മിലുള്ള ബന്ധം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധത്തിൻ്റെ ഊഷ്മളത കണ്ട് നിങ്ങളുടെ കുട്ടികൾ എനിക്കും ഇങ്ങനെ ഒരു കുടുംബം വേണമെന്ന് കൊതിച്ചു പോകുന്ന അവസ്ഥയിലാണോ നിങ്ങളുടെയൊക്കെ ജീവിതം? പർദ്ദട്ട പെണ്ണുങ്ങളാ മുകളിലിരിക്കുന്നത്. നിസ്കരിക്കാനൊക്കെ ഉഷാറാ, 5 നേരം ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നിസ്കാരം, ഇടയ്ക്കിടയ്ക്ക് നോമ്പ്, ഖുർആൻ ഓതുക ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ തൃപ്തി ഏതളവുകോല് വെച്ചാൽ ഞാൻ അളക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അറിയാതെ പോലും കൈപൊക്കരുത്, അറിയാതെ പോലും പൊക്കരുത്. നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി ആ ചോദ്യം. എന്നിട്ട് ഇന്ന് രാത്രി ഭാര്യ കൂടെയില്ലാത്തവർ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി. എന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കുക. ഉണ്ടോ? നാളെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ ഹാജരാക്കപ്പെടും ഞാനും നിങ്ങളും. അവിടുന്ന് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വഴിതിരിച്ചു വിടും നമ്മളെ. 2 ലോകമേ ഉള്ളൂ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഈ ലോകത്തേക്ക് നമ്മളെ വഴിതിരിച്ചു വിടും. നമ്മളേവരെയും റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ സ്വർഗത്തിലായി എന്ന് വിചാരിക്കുക. ഇതുപോലത്തെ മനോഹരമായ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മളൊക്കെ ഇരുത്തി ഒരു ഓഡിറ്റോറിയത്തിൽ. എന്നിട്ട് സ്വർഗാവകാശികൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താ? അള്ളാനെ കാണാം എന്നതാ. സ്വർഗാവകാശിയുടെ മുന്നിൽ അള്ളാഹ് പ്രത്യക്ഷപ്പെടും.
അള്ള എങ്ങനെയെന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷെ അള്ള നമ്മുടെ മുമ്പിൽ വരും. നോക്കൂ അല്ലേ, വരും. അങ്ങനെ റബ്ബ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അള്ള ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചല്ലോ, ഉണ്ട്, എല്ലാ കർമ്മങ്ങളും ചെയ്തല്ലോ, ചെയ്തു. ഇനി നിങ്ങൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്, വെൽക്കം ടു സ്വർഗം. നമ്മളൊക്കെ സന്തോഷമായി. എന്നിട്ട് ചോദിക്കുകയാണ് അല്ല, നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച ബോറടിക്കും, നിങ്ങൾക്ക് ഈ സ്വർഗത്തിലൊരു ഇണ വേണ്ടേ? വേണ്ടേ? നിങ്ങൾ ചോദിക്കുകയാണ്, സ്വർഗത്തിലൊരു ഇണ വേണ്ടേ? നിങ്ങൾ പറഞ്ഞു വേണം. ഭൂമിയിലുള്ള ഇണ തന്നെ മതിയോ അല്ലെങ്കിൽ വേറെ വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയാ? കൈ വെക്കണ്ട കേട്ടോ, ഇതിൽ കമ്മിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല. കുടുംബം തകർന്നാൽ നിങ്ങളായിട്ട് ആയിക്കൂല. നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ഉത്തരം പറയുക? അള്ള നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളെ കൂടെ 30 കൊല്ലം ജീവിച്ച ഒരു പെണ്ണുണ്ടല്ലോ, ഉണ്ട്, 16 വയസ്സിലും 17 വയസ്സിലും 18 വയസ്സിലും നിന്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് ചുവട് വെച്ച വന്നൊരു പെണ്ണ് ഉണ്ട് അല്ലേ? അവൾ എന്നെ മതിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മതിയെന്ന് പറയുമല്ലോ അല്ലേ? ഇല്ലേ? പറയോ? ഹൂറിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ അതിനെ തന്നെ വേണമെന്നോ? അല്ലേ? ചില ആൾക്കാർ പഠിച്ചോനോ പറയും, നിങ്ങൾ ആ നരകത്തേക്കുള്ള ഗൂഗിൾ മാപ്പ് കണ്ട് അയച്ചേക്ക്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം, ഓളെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് അങ്ങോട്ട് പോകണതാ അല്ലേ? അറിയില്ലേ? ഇനി എൻ്റെ കൂടെ എൻ്റെ ഭാര്യ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. നിങ്ങളെ ഭാര്യയോടാണ് ഈ ചോദ്യം ചോദിച്ചെങ്കിൽ അവരെന്ത് മറുപടി അറിയും? മതി, ഇത് വീട്ടിൽ പോയിട്ട് എൻ്റെ മുഖത്ത് വെക്കണ്ട, വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി എന്താ മറുപടി എന്ന് അല്ലേ? നിങ്ങളെ പെണ്ണ് പറയുമോ എനിക്ക് സ്വർഗത്തിലും ഇയാളെ മതിയെന്ന്? പറയുമോ? നിങ്ങൾ പറയുമോ എനിക്ക് എത്ര ജീവിതമുണ്ടെങ്കിലും സ്വർഗത്തിൽ ഞാൻ എത്തുമ്പോഴും എൻ്റെ ഭാര്യ മതിയെന്ന്? ഉണ്ടോ? ഇതാണ് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ കുടുംബജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ അളവുകോൽ. ഒരു മനുഷ്യൻ പറയാണ് എനിക്ക് ഇവളെ മതി, എന്തോ രസമുണ്ട് ജീവിതം എന്ന് അല്ലേ? ഉണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആലോചിച്ചാലും മതി, ഇതേ കഴിഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുതിയ തലമുറ നമ്മുടെ ജീവിതം നോക്കിക്കാണുമ്പോൾ എന്തൊരു രസമാണ് എന്ന് അവർക്ക് തോന്നണം. അത് തോന്നാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നാം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഈ ഫാമിലി കോൺഫറൻസ് ഉത്തരമാണ്, ചോദ്യമല്ല. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ പ്രശ്നങ്ങളാണ്. എന്താ പരിഹാരം? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഏറ്റവും പ്രധാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ ഒരു സൊല്യൂഷനിലേക്ക്, എൻ്റെ മുമ്പിൽ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. ആ സമയത്തിന് ഇതൊരു വളരെ ക്ലിപ്തമായ സമയം, എൻ്റെ മുമ്പിൽ സ്ക്രീനിൽ സമയമുണ്ട്, വളരെ ക്ലിപ്തമായ ഒരു സമയം, അത് വെച്ചുകൊണ്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ഞാനും വളരെ ചുരുക്കി സമയത്തിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണ് പരിഹാരം? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബമായി ജീവിക്കുന്നവരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാകുന്ന ആശയങ്ങൾ തിരിയുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു സാധനം, കുടുംബത്തിനകത്ത് ഇഷ്ടം. ആ വാക്കുകൾ ഓർത്തു വെക്കുക, ഇഷ്ടം. നിങ്ങൾ വല്ലാത്തൊരു വാക്കാ അല്ലേ? നമ്മളെങ്ങനെ കുടുംബമായത്? ഞാൻ പെണ്ണ് കാണാൻ പോയി, ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനെ കണ്ടപ്പോൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ചോദിച്ചൊരു ചോദ്യം, നിനക്ക് എന്താ ചോദിച്ചേ? നിങ്ങളെന്താ ചോദിച്ചേ? നിങ്ങളൊന്നും പെണ്ണ് കണ്ടില്ല, ആരോ പിടിച്ച് തല കെട്ടിച്ചാ പെണ്ണ് കണ്ടില്ലേ? എന്താ ചോദിച്ചേ? നിനക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മൾ പറയും ഇഷ്ടായി. അതേ ചോദ്യം ആ പെണ്ണിനോട് ചോദിച്ചു, ആ വന്ന ചെറുക്കനെ നിനക്ക് ഇഷ്ടായോ? ആ പെണ്ണ് പറയാ ഇല്ല, ഇഷ്ടായില്ല, കല്യാണം നടത്തരുത്. കല്യാണം നടത്താൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാപ്പമാർ ചിന്തിക്കുന്ന നടത്തരുത്, പിന്നെ അത് ഒപ്പിക്കരുത്. ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി പെണ്ണ് കാണലാണ്. അത് നമ്മൾ ഫോണിൽ കൂടി ഓൺലൈൻ വഴി കണ്ടാലൊന്നും പോരാ, ഒരു പെണ്ണ് കാണലാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിവാഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു പെണ്ണിനെ കാണലാണ്. ആ പെണ്ണിനെ കണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ഇഷ്ടപ്പെടണം. എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട പെണ്ണിനെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടാതെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. പെണ്ണും ഇഷ്ടപ്പെടണം.
എന്നിട്ടോ ഇഷ്ടവും തൃപ്തിയും. ഇതാണ് തുടക്കം. ഇതാ തുടക്കം. ഇനി എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, ഇഷ്ടം മാത്രം മതിയോ? പോരാ. ആ ഇഷ്ടം ജീവിതത്തിലുടനീളം ഉണ്ടാവണം. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വെറുക്കുന്ന ഒന്നും പ്രിയപ്പെട്ടവരെ അവളുടെ കയ്യിൽ നിന്നുണ്ടാവരുത്. ഒന്നും മണം പോലും. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ പല്ല് തേക്കണം, നിങ്ങൾ കുളിക്കണം. ഭർത്താവിൻ്റെ അടുത്ത് കിടക്കാൻ വരുമ്പോൾ ഇപ്പോഴും മേല് കഴുകാതെ അതിന് മടി കാണിച്ച് കൃത്യമായൊരു സുഗന്ധം പോലും പൂശാതെ എത്ര പെണ്ണുങ്ങളെ വരുന്നതെന്നറിയോ? ഇഷ്ടം. എനിക്ക് നിൻ്റെ മണം ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിൻ്റെ സ്വഭാവം ഇഷ്ടമാണ്, നിൻ്റെ പെരുമാറ്റം ഇഷ്ടമാണ്, നിൻ്റെ സംസാരം ഇഷ്ടമാണ്. വായ കൊണ്ട് സംസാരം കൊണ്ട് വെറുപ്പിക്കുന്ന എത്ര ബന്ധങ്ങൾ നിങ്ങൾ ചിന്തിക്ക്. അപ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ ഞാൻ പരിഹാരം പറയണേ, പ്രശ്നം ഞാൻ മുന്നേ പറയില്ല, ഞാൻ നിർത്തി, സമയമില്ല. ഇനി പരിഹാരത്തിലേക്ക് വരികയാണ്. എന്താ പരിഹാരം? എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യണം. എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നത്, അത് പെണ്ണ് കാണാൻ വന്നപ്പോഴുള്ള ഇഷ്ടം മാത്രം പോരാ, ചെയ്യണം. എന്താ നിങ്ങളെ സ്വഭാവം ഇഷ്ടമാണോ? ജോലി കഴിഞ്ഞ് വന്ന് വിയർപ്പിൻ്റെ മണം പോലും കളയാതെ മേല് കഴുകാതെ കുളിക്കാതെ കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട്, ഇവിടെയുണ്ട്. ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. റസൂൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ സാധനം പല്ല് തേക്കണമെന്ന്. 5 നേരം പല്ല് തേക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 5 നേരം തേക്കാൻ പറയും. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ. ദന്തശുദ്ധി വരുത്തണം. അറബികളൊക്കെ കണ്ടില്ല നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ കുത്തി നടക്കുന്നത്? അതെന്താ? ഉൾക്കൊരു പള്ളിയിലേറ്റ് നിങ്ങൾ വിചാരം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായതുകൊണ്ടാ. നമ്മളോ ഒരു വായി നാറ്റം ദമ്പതിമാരെ ഇഷ്ടമില്ലാതാക്കും. നിന്റെ മണം എനിക്ക് ഇഷ്ടമല്ല എന്ന് അവർ പറയും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ഇഷ്ടപ്പെടുന്ന പെരുമാറ്റം, ഇഷ്ടപ്പെടുന്ന സംസാരം, മണം, ഡ്രസ്സ്, ഇത് രസമുണ്ടാവും കുടുംബജീവിതം. നോക്കൂ നിങ്ങൾ. ഇനിയോ ഞാൻ പറഞ്ഞത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താ? അപ്പോൾ ഇഷ്ടം മനസ്സിലായി അല്ലേ? ആണുങ്ങൾക്കൊക്കെ മനസ്സിലായി എന്താണ് ഇഷ്ടം എന്ന്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുകയാണോ? ലീവിന് വരിക എന്ന് പറയുമ്പോൾ ചില ഭാര്യമാരൊക്കെ പടച്ചോനഞ്ഞൊരു മാസം, മൂപ്പര സ്വഭാവം എങ്ങനെയാണ്? ഭയങ്കര താടിയുണ്ട്, ദീനുണ്ട്, നിസ്കാരത്തായ്മയുണ്ട്. 1 മാസം നീ മൂപ്പരെ സഹിക്കണം അല്ലേ? എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മനസ്സിലാവാത്ത ഭർത്താക്കന്മാർ, നീ മിണ്ടണ്ട എന്ന് പറഞ്ഞ് ഭരിക്കുന്നവർ ഉണ്ടോ? നമുക്ക് കിട്ടിയ അധികാരത്തെ 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. വളരെ മനോഹരമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അധികാരം പ്രയോഗിക്കാം അല്ലേ? അല്ലാതെ നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന അധികാരവും പ്രയോഗിക്കാം. ഏതാ വേണ്ടത് കുടുംബത്തിനകത്ത്? നിങ്ങൾ തീരുമാനിച്ചോ. നിങ്ങൾ ഏതാണ്? നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ഇഷ്ടമാണോ? നിങ്ങൾ വരുന്നു എന്നറിയുമ്പം ഹൃദയം സ്നേഹം കൊണ്ട് തുളുമ്പുന്ന, ഇഷ്ടം കൊണ്ട് തുളുമ്പുന്ന ഭാര്യയാണോ നിങ്ങൾക്കുള്ളത്? ഗൾഫിൽ, നാട്ടിൽ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 65-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിൽ ജോലി നിർത്തിയ ഒരു മനുഷ്യൻ നാട്ടിലേക്ക് വരികയാണ്. 60 വയസ്സ് വരെ സൗദിയിൽ ജോലി ചെയ്തു, എല്ലാം നിർത്തി, പിന്നെ എല്ലാവരുടെയും സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി, മൊമെൻ്റോ ഒക്കെ കിട്ടി. ഇയാൾ നിർത്തിയിട്ട് പോരുക നാട്ടിലേക്ക് നിർത്തിപ്പോന്ന് ഇവിടെ കള്ളുത്തുനെ കൊടുത്ത് നാട്ടുകാരനാവാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇയാൾക്കൊരു കാര്യം മനസ്സിലായി. എന്താ? എല്ലാം ഭാര്യൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു. ഈ ഭാര്യ ഒരു നിലക്കൊരു സ്വൈര്യ സമാധാനം കൊടുക്കില്ല. 8 മാസം ഗൾഫിൽ നിന്ന് ആ മനുഷ്യൻ തിരിച്ച് ഗൾഫിലേക്ക് വിളിച്ച് ചോദിച്ചു, ആദ്യം ഞാൻ എടുത്തതിനെ പണി അത്ര ശമ്പളമൊന്നും ഇല്ലെങ്കിലും എന്നെ എടുക്കുമോ? അവർ പറഞ്ഞു, ഇങ്ങോട്ട് പോരി. 65 വയസ്സ് വരെ അയാൾ വീണ്ടും ഗൾഫിൽ നിന്നു. 65-ാമത്തെ വയസ്സിൽ അയാൾക്ക് നടുവേദന വരാൻ തുടങ്ങി, ഊരവേദനിക്കാൻ തുടങ്ങി. അയാൾ നിർത്തി ഗൾഫിൽ പോകുന്ന സമയത്താണ് ഞാൻ സൗദിയിൽ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി ചെന്നത്. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എനിക്ക് നല്ല നടക്കാനൊന്നും കഴിയില്ലേക്ക്, നല്ല വേദന ഉണ്ട്, നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എപ്പോൾ പോകണം നിങ്ങൾ നാട്ടിൽ? അയാൾ പറയാം, സാറേ ഞാൻ 5 കൊല്ലം മുമ്പ് പോയതാ, എനിക്ക് നാട്ടിൽ പോയാൽ എൻ്റെ അസുഖം കൂടും, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എവിടെയാ സ്വർഗം കിട്ടുക? എവിടെയാ പ്രശ്നമുള്ളത്? ഇഷ്ടം പ്രധാനം. ഞാൻ ചുരുക്കി പറയാം, ഇഷ്ടം. രണ്ടാമത്തെ ഒരു സ്ഥാനത്തിൻ്റെ പേരാണ് സ്നേഹം. ഉണ്ടോ? വെളിച്ചെണ്ണ നമുക്കിങ്ങനെ വാങ്ങാൻ കഴിയൂല. വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ ഒരു പാത്രം വേണം. ഉണ്ടോ? എനിക്ക് കൊണ്ടുവച്ച വെള്ള, ഈ വെള്ളം എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു തരാൻ കഴിയൂല, എനിക്ക് കീശയിലിടാൻ കഴിയില്ല. ഇത് ഒഴിച്ചു വെക്കണമെങ്കിൽ ഒരു പാത്രം വേണം. വേണ്ടേ? പാത്രം
എന്താ നിങ്ങൾ ഈ പാത്രത്തിലാണ് ഈ വെള്ളം ഒഴിച്ചു വെച്ചത്. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, സ്നേഹം ഇതുപോലെയാണ്, വെള്ളം പോലെയാണ്. സ്നേഹം ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് ഇഷ്ടം. ഇഷ്ടമില്ലാതെ സ്നേഹം ഒഴിക്കാൻ കഴിയില്ല. എത്ര സ്നേഹമായിട്ടും കാര്യമില്ല അല്ലേ? 1000 ലിറ്റർ വെള്ളമുണ്ട്, കുടിക്കണമെങ്കിൽ അതിനൊരു കുപ്പി എടുക്കണം, അതിന് കുപ്പി വേണം. നിങ്ങളുടെ സ്നേഹം, ആ സ്നേഹം ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൻ്റെ പേരാണ് ഇഷ്ടം. ഇഷ്ടത്തിലാണ് സ്നേഹം ഒഴിക്കുക. നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ അതിലാണ് സ്നേഹം വരിക. നമ്മളൊക്കെ കുറ്റം പറയും, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കില്ല, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കില്ല, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കില്ല. നമ്മൾ കുടുംബത്തിനകത്ത് കുറ്റം പറയണ എന്തുകൊണ്ടാണ് ഈ സ്നേഹം വരാത്തത്? ഇഷ്ടമില്ല. ബാപ്പാൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മക്കൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹം വരൂല. അപ്പോഴോ ഈ സ്നേഹം വേണം. ഇനിയോ ഈ സ്നേഹം മതിയോ? ഞാൻ ഓരോ പരിഹാരത്തിലേക്ക് പോവാണ്. മതിയോ? നിങ്ങളുടെ മനസ്സിനകത്ത് നിറയെ സ്നേഹമുണ്ട്. എനിക്കെൻ്റെ മക്കളോട് എന്തിഷ്ടം, എനിക്കെൻ്റെ ഭാര്യയോട് എന്തിഷ്ടം, ഒരു കാര്യമില്ല. ആ ഇഷ്ടവും സ്നേഹവും നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടൊരു കാര്യമില്ല. ആ സ്നേഹം, ഇഷ്ടം, സ്നേഹം, ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം. മക്കളെ ചുംബിക്കണം എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കേട്ടോ, ഭാര്യയെ ചുംബിക്കണമെന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ചുംബനം എന്നത്, ചേർത്ത് പിടിക്കുക എന്നത്, ചേർത്ത് നിർത്തുക എന്നത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടോ സ്നേഹം? മക്കളോട്, ഭാര്യയോട് ഉണ്ടോ? ചേർത്ത് പിടിക്കാറുണ്ടോ അവരെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉണ്ടോ? ആ ചേർത്ത് പിടിക്കലും ആ പ്രകടിപ്പിക്കലും ഏറ്റവും പ്രധാനം. മക്കൾക്ക് തോന്നണം ബാപ്പാൻ്റെ സ്നേഹം പ്രകടിതമാകുന്നു എന്ന് തോന്നണം. ഉണ്ടോ? നമ്മുടെ അകത്തിങ്ങനെ സ്നേഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒളിച്ചോടാൻ തീരുമാനിച്ചു ഒരു പെണ്ണ്. ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ആ പെണ്ണ് ആ ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒളിച്ചോടാം. വീട്ടിൽ പറഞ്ഞാൽ നടക്കൂല, ഒരു നിലക്കും നടക്കൂല, അവിടെ ഒളിച്ചോടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ചെറുക്കൻ കോളേജിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയെ ആ ചെറുക്കൻ സ്കൂട്ടറുമായി ബൈക്കുമായി വന്ന് ബൈക്കിൽ കയറ്റിയിട്ട് അവിടെ ഒളിച്ചോടുക. അവർ പോവുക, ജീവിക്കാൻ പോവുക. അങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി പോകുമ്പോൾ നേരെ ഈ ചെറുക്കൻ പെൺകുട്ടിയോട് പറഞ്ഞു, എടി നമുക്ക് സ്റ്റേഷനിൽ കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഒളിച്ചോടുകയാണല്ലോ, അവിടെ ഇത് പ്രശ്നമാവും, നമുക്ക് സ്റ്റേഷനിൽ കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. ഈ പെൺകുട്ടി പറയുക, ആൺകുട്ടി പറയുക, പെൺകുട്ടി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ചെറുക്കൻ പറഞ്ഞു സേഫ് അതാണ്, നമുക്ക് സ്റ്റേഷനിൽ കയറി റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നേരം വെളുത്ത് ഒരു 10 മണി, കോളേജിൽ ഇറങ്ങിയ പെൺകുട്ടിയാണ്, ഒരു 10 മണിക്ക് സ്റ്റേഷനിലേക്ക് കയറുക. എസ് ഐൻ്റെ മുന്നിൽ നേരെ വന്ന് 2 പേരുടെയും ആധാർ കാർഡ് ഇതൊക്കെ എടുത്തിട്ടാണോ വിളിച്ചോടുക? പണ്ടത്തെ കുട്ടികളമാരില്ല, പൊക്കെ എടുത്തിട്ടാണ് വിളിച്ചോടുക, എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തിട്ടുണ്ടാവും. ആധാർ കാർഡ് എസ് ഐൻ്റെ നേരെ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കുട്ടികൾ രണ്ടാളും പറഞ്ഞു, സാർ ഞങ്ങൾ ആധാർ കാർഡാണ്. എസ് ഐ ചോദിച്ചു, എന്തിനാ ആധാർ കാർഡ്? ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രായപൂർത്തിയായിരിക്കുന്നു, ഇവൾക്ക് 18 കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് 21 വയസ്സും കഴിഞ്ഞിരിക്കുന്നു, ചെക്കന് 23 വയസ്സാണ് കഴിഞ്ഞിരിക്കുന്നു. എസ് ഐ ചോദിച്ചു, നേരം വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രായം തെളിയിക്കാൻ വന്നതാണോ? അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ ഒളിച്ചോടാണ്, ഇവൾക്ക് 19 വയസ്സാണ്, എനിക്ക് 23 വയസ്സ്, ഞങ്ങൾ ഒളിച്ചോടാണ്. അപ്പോൾ ഒളിച്ചോടുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താണ്, ഇവളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്, അവന്ന് അറിയിക്കാൻ വന്നതാണ്, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ 3 മക്കളുടെ ബാപ്പയായ എസ് ഐക്കുണ്ട് 3 മക്കൾ. പോലീസുകാർ മനുഷ്യന്മാർ തന്നെയല്ലേ, അവർക്ക് മക്കളുണ്ടല്ലോ. ഈ എസ് ഐക്കുണ്ട് 3 മക്കൾ. അയാളുടെ ഉള്ളിലെ എസ് ഐ ആണ് പോയി. ബാപ്പ ഉണർന്നു, ആ കുട്ടികളെ 2 പേരുടെയും ആധാർ കാർഡ് അയാൾ ഇങ്ങനെ വലിച്ചെടുത്ത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, പോകാൻ പറ്റൂല, നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറ, ഞാൻ പരിഹരിച്ചു തരാം. മോളെ, നീ ഒളിച്ചോടിയാൽ നിൻ്റെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നം നിനക്കറിയോ? നിൻ്റെ ബാപ്പയും ഉമ്മയും പുറത്തിറങ്ങി എങ്ങനെ നിനക്കറിയോ? അവരുടെ മാനക്കേട് നിനക്കറിയോ? എന്ന ചോദ്യത്തിന് ആ കുട്ടിക്ക് മറുപടി ഒന്നുമില്ല. അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കൂടെ പോകണം, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. ആ ചെക്കനോട് ചോദിച്ചു, നിനക്ക് അനിയത്തില്ലേ, അവളെ കല്യാണം എങ്ങനെ നടക്കും? അതിനൊന്നും ചെക്കന് മറുപടിയില്ല. ആ എസ് ഐ പറഞ്ഞു, ഞാൻ നടത്തി തരാം നിങ്ങളെ കല്യാണം, ഞാനേറ്റ്, നിങ്ങൾ ഒളിച്ചോടരുത്. 2 പേരുടെയും ബാപ്പാരെ നമ്പർ തന്നാൽ ഞാൻ നടത്തിത്തരാം കല്യാണം. അങ്ങനെ 2 പേരുടെയും ബാപ്പാരെ വിളിച്ചു വരുത്താണ്. മക്കൾ സ്റ്റേഷനിലുണ്ട്, വരണം. പെണ്ണിൻ്റെ ബാപ്പയും ഉമ്മയും ഓടി വന്നു. എസ് ഐ പറഞ്ഞു, നിങ്ങൾ വികാരത്തിലായിട്ട് കാര്യമില്ല, ഇവരെ ഒളിച്ചോടാൻ തീരുമാനിച്ച് പോണോടത്ത് പിടിച്ചു വെച്ചാൽ ഞാൻ, അതുകൊണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സംസാരിച്ച് കാര്യമില്ല, ഇനി പോണ വഴിക്ക് വിടുക, മാനക്കേടില്ലാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. 2 ആഴ്ച സമയം കൊടുത്തു ഈ പെണ്ണിന്. മോളൊന്ന് ആലോചിച്ചേക്ക്. ചെക്കൻ്റെ വാപ്പനെ വിളിച്ച് പറഞ്ഞു, നീ ഇവിടെ ഒളിച്ചോടാൻ തീരുമാനിച്ചതാ,
ഞാൻ പിടിച്ചു വെച്ചതാ, ഇനി ചർച്ചകളൊന്നുമില്ല, നിങ്ങൾ 2 ആഴ്ച തീരുമാനിച്ചോളൂ. കണ്ടാ, ഈ പെൺകുട്ടിയും ഈ ചെറുക്കനും ഒളിച്ചോടാൻ തീരുമാനിച്ചതാ. ഈ പെൺകുട്ടി കൗൺസിലിങ്ങിന് വരിക, 2 ആഴ്ച സമയമുണ്ട്, അതിനിടയ്ക്ക് കൗൺസിലിംഗ് ഒക്കെ നടത്താമല്ലോ. കൗൺസിലിങ്ങിന് വരിക, ഉമ്മ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ പെൺകുട്ടി സൈഡിലിങ്ങനെ ഇരിക്കുക, ബാപ്പിയമ്മയും അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക. ഉമ്മ കരച്ചില്ല, പർദ്ദേ കൂടി ഇങ്ങനെ കണ്ണുനീർ തുള്ളികൾ ഉരുണ്ടു വീഴുന്നു. ബാപ്പ ഇങ്ങനെ നെഞ്ചുഴിഞ്ഞിരിക്കുക ബേജാറായിട്ട്. ഇങ്ങനെ പോകാൻ നോക്കിയ പെൺകുട്ടിയാണ്. ഈ കല്യാണം നടത്താൻ അവർക്ക് ഒരു താല്പര്യമില്ല, ഈ ചെറുക്കനെ കെട്ടിക്കാൻ ഒരു താല്പര്യമില്ല. ജോലിയും കൂലിയില്ലാത്തൊരു ചെറുക്കൻ, ഒരു താല്പര്യമില്ല. എന്തു ചെയ്യും? അവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഉമ്മ കരയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, സാർക്കറിയോ? ഞാൻ ചോദിച്ചു, എന്ത്? എൻ്റെ മോളെ ഞാൻ എത്ര സ്നേഹിക്കുന്നു സാർക്കറിയോ? ഞാൻ അമ്മനോട് ചോദിച്ചു, എനിക്കറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങളെ മോക്കറിയോ? നിങ്ങളോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മോക്കറിയോ? ഉമ്മാൻ്റെ കണ്ണുനീരവിടെ നിന്നു. ഉമ്മ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, സാധ്യത കുറവാണ്, അതുകൊണ്ടാണ് വിളിച്ചോടിയത്. നിങ്ങൾ സ്നേഹിക്കുകയല്ല കൂട്ടരെ വേണ്ടത്, അത് പ്രകടിപ്പിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രകടിപ്പിക്കുമ്പോഴാണ് കുട്ടി സ്നേഹം മനസ്സിലാക്കുക. ആ ചോദ്യത്തിന് മുല്ല ഉമ്മയുടെ നിന്നു. ഉമ്മ പറഞ്ഞു, ഇല്ല, ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ ഉമ്മ നിന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നു. ആ കുട്ടി പറയാണ്, യു ആർ റോങ്, അബ്സല്യൂട്ട്ലി റോങ്. ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ ഉമ്മ സംസാരത്തിൽ എന്നെ സ്നേഹിച്ചിട്ടില്ല, പെരുമാറ്റം കൊണ്ട് എന്നെ സ്നേഹിച്ചിട്ടില്ല, സ്വഭാവം കൊണ്ട് എന്നെ സ്നേഹിച്ചിട്ടില്ല. എപ്പോഴും വഴക്ക, എല്ലാറ്റിനും പുറകിൽ നടന്ന് പ്രശ്നം ഉണ്ടാക്കുക, ആകെ ഒച്ചയും വിളിയും, എന്ത് ചെയ്താലും കുറ്റം. എൻ്റെ ഉമ്മ എങ്ങനെയാ? ആ ഉമ്മയുടെ സ്നേഹം കിട്ടാതെയാ സാറേ വറ്റിപ്പോയ ഒരു ഊഷരഭൂമിയായി മാറിയപ്പോഴാണ് ഞാൻ സ്നേഹം തേടിപ്പോയത്. അവിടുന്നാണ് ഈ ചെക്കൻ എന്നെ സ്നേഹിച്ചത്. എന്താണ് ഈ കുട്ടിയോട് നമ്മൾ പറയുക? നിങ്ങൾ പറ, എവിടെയാ ഈ പ്രശ്നത്തിലേക്ക് കുട്ടികൾ പോവുക? അതുകൊണ്ട് ഞാൻ എന്താ നിങ്ങളോട് പറയണത്? കുടുംബത്തിനകത്ത് ഈ സ്നേഹം വേണം. ഈ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറ്റം കൊണ്ട്, സംസാരം കൊണ്ട്, ഉണ്ടോ, നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അവർ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുന്നിടത്താണ് കുടുംബത്തിൻ്റെ വിജയം. ഇപ്പോൾ നിങ്ങളുടെ കുടുംബം ഏറ്റവും രസമായി, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അത് പ്രകടിപ്പിക്കുന്ന ഇടമായി അല്ലേ നമ്മുടെയൊക്കെ കുടുംബം. അപ്പം തന്നെ കുടുംബത്തിൻ്റെ ആംബിയൻസ് മാറി. ഇനി മൂന്നാമത്തെ ഒരു സാധനമുണ്ട്. ഞാൻ അങ്ങനെ ചുരുക്കി പറയാണ്, സമയം തീരാനുള്ള ഞാൻ ചുരുക്കി പറയാണ്. ഇനി മൂന്നാമത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് സംസാരം. സംസാരം അല്ലേ? സംസാരം. ഞാനിപ്പോൾ ഒളിച്ചോടിയ കുട്ടീനെ കുറിച്ച് പറഞ്ഞു. ആ ഒളിച്ചോടിയ കുട്ടി കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എത്ര കാലമായി നിങ്ങളെ ബന്ധം? ആ കുട്ടിയോട് എൻ്റെ ചോദ്യം. ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, 6 മാസമായി സാറേ. 6 മാസോ? വെറും 6 മാസോ? 6 മാസം മുമ്പ് ഞാൻ പരിചയപ്പെട്ട ചെക്കനാ സാറേ. എന്നിട്ട് ഒരിക്കലും പിരിയാൻ കഴിയാത്ത അത്ര ആത്മബന്ധം നമ്മൾ തമ്മിലുണ്ടായി. എങ്ങനെ? ഇവൻ ഇവളെ കാണാൻ വരാറില്ല, രണ്ട് സ്ഥലത്താ. എങ്ങനെയാ ഇത്രയും അടുപ്പമുണ്ടായത്, പിരിയാൻ കഴിയാത്ത ബന്ധമുണ്ടായത്? 19 കൊല്ലം അവളെ പോറ്റി വളർത്തിയ ഉമ്മയെ ഒരു വാക്കുപോലും പറയാതെ പിരിയാൻ അവൾക്ക് കഴിഞ്ഞു. 19 കൊല്ലമായി അവൾക്ക് വേണ്ടി രാപ്പകലന്തിയോളം ജോലി ചെയ്ത വാപ്പയെ ഒരു വാക്ക് കൊണ്ട് പോലും പറയാതെ പിരിയാൻ അവർ കഴി. പക്ഷേ ഈ ചെക്കൻ്റെ കൂടെ പോയപ്പോൾ അവൾ പറയാണ്, എനിക്ക് അവനെ പിരിയാൻ കഴിയില്ല. പിരിയാൻ കഴിയാത്ത അത്ര ഇവർ തമ്മിൽ അടുത്തുപോയി. എങ്ങനെ? ഞാൻ ചോദിച്ചു, എങ്ങനെയാ മോളെ അടുത്തത്? ഉത്തരം അവൾ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു, ഞങ്ങളെന്നും ധാരാളം സംസാരിക്കുമായിരുന്നു. എങ്ങനെ? അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടം വേണം, പ്രകടിപ്പിക്കുന്ന സ്നേഹം വേണം, സംസാരം വേണം. എവിടെയാ? 2 മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നിടത്തൊക്കെ ഇത് വേണം, അല്ലെങ്കിലോ ഇതില്ല. അപ്പോൾ മൂന്നാമത്തെ എന്താ? സംസാരം. സംസാരിച്ചാൽ മനസ്സടുക്കും, സംസാരം കുറഞ്ഞാൽ മനസ്സകലും. ഒരു മനുഷ്യനോട് നമ്മളെങ്ങനെ അടുക്കുക? അയാളോട് സംസാരിക്കുകയാണ്. എന്നാൽ അങ്ങനെ മിണ്ടാതിരുന്നാലോ? അടുക്കൂല. അപ്പോൾ അടുപ്പമുണ്ടാക്കാൻ സംസാരിക്കണം. വളരെ സിമ്പിളാണ്. എങ്ങനെ? അപ്പോൾ ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പറ്റില്ല സാറേ. എന്താ? അത് സംസാരിച്ചാൽ വെറുപ്പിക്കും. ചില പെണ്ണുങ്ങൾ പറയും, എൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല, അതെന്താ? ചടപ്പിക്കും.
ഡീമോട്ടിവേറ്റ് ചെയ്യും അല്ലേ? അപ്പം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ദാ പോസിറ്റീവായി, സപ്പോർട്ടീവായി, സ്നേഹത്തിൽ, മയത്തിൽ. മയം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് സോഫ്റ്റ് എന്നാണ്. എന്താ അപ്പം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കരുത്, ഒച്ചടരുത്. അപ്പോഴോ അകലും. നിങ്ങളും ഭാര്യയും തമ്മിൽ സംസാരിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നുവെങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾ അകന്നു പോയിരിക്കുന്നു. നിങ്ങളും ഭാര്യയും തമ്മിൽ സംസാരിക്കുമ്പോൾ ശബ്ദമില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ അടുപ്പത്തിലാണ്. രണ്ടാൾക്കാർ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ എന്തിനാ ഒച്ചടണ് അല്ലേ? ആദ്യത്തെ രാത്രി റൂമിനകത്ത് കയറി ഭാര്യയും ഭർത്താവും സംസാരിക്കും. അമ്മായിമ്മ ഇവരെന്താ സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടി ചെവി വെച്ച് നോക്കിയാൽ പോലും കിട്ടൂല. കാരണം എന്താ? അത്ര പൊതുക്കെ പറയുണ്ടാവുക. അതിൻ്റെ കാരണം എന്താ? ഭയങ്കര അടുപ്പത്തിലാണ് അല്ലേ? അതേ ഭാര്യയും ഭർത്താവും 2 ആഴ്ച കഴിയുമ്പോൾ ചെവിയൊന്നും വെക്കണ്ട, അയലക്കാരനും കേൾക്കാം. കാരണം എന്താ? അവരകന്നി പോയിരിക്കുന്നു. അകലുമ്പോൾ ഒച്ച കൂടൂലേ? പിറകിലിരിക്കുന്ന ഒരാളെ മൈക്കില്ലെങ്കിൽ ഞാൻ എങ്ങനെ വിളിക്കുക? ഒച്ചത്ത് വിളിക്കണ്ടേ? അപ്പോഴല്ലേ കേൾക്കുള്ളൂ. എൻ്റെ അടുത്തേക്ക് നാളെ ഞാൻ അതിനെ ഒച്ച ഉണ്ടാക്കണേ, അയാളാണെന്ന് നോക്കിയാൽ പോരെ, എനിക്ക് മനസ്സിലാവില്ലേ? ഇല്ലേ? അപ്പോൾ അടുത്തു എന്നുള്ള ലക്ഷണം എന്താ? നിങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ ഒച്ച കൂടുണ്ടോ? നിങ്ങൾ ബാപ്പയും മക്കളും സംസാരിക്കുമ്പോൾ ശബ്ദം കൂടുണ്ടോ? നിങ്ങൾ തിരിച്ചറിയുക, അകൽച്ചയിലാണ്, അകന്നു പോയിരിക്കുന്നു. ശബ്ദമില്ലേ? പതുക്കെയാണോ? അവിടെ സ്നേഹമുണ്ട്, അടുപ്പുണ്ട്. അപ്പോൾ എങ്ങനെ സംസാരിക്കേണ്ടത്? എങ്ങനെയാ? സപ്പോർട്ടീവായി, പിന്നെ മയത്തിൽ, സ്നേഹത്തിൽ, പോസിറ്റീവായി. എന്ത് രസമുണ്ട് നോക്ക്. നിങ്ങൾ മക്കളോട് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നോക്ക്. വളരെ മയത്തിൽ, സ്നേഹത്തിൽ, സപ്പോർട്ടീവായി, പോസിറ്റീവായി. എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്ക് അതിനെ അടിച്ച് ആക്ഷേപിക്കലല്ല, എന്താന്ന് കേൾക്ക്. അപ്പോഴോ എന്ത് മനോഹരമായിരിക്കും നിങ്ങളെ ബന്ധം എന്നറിയോ? അപ്പോൾ മനുഷ്യന്മാരെ അടുപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, എൻ്റെ പ്രിയമുള്ളവരെ, ഈ സാധന എന്തൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞത്? ഇഷ്ടം വേണം, പിന്നെയോ സ്നേഹം വേണം, പ്രകടിപ്പിക്കുന്ന സ്നേഹം, സംസാരം വേണം. ഞാൻ അവിടെ നിർത്തുകയാണ്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ഇങ്ങനെ സമയം തരും. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയോ എൻ്റെ പ്രിയമുള്ളവർ ചിന്തിക്കണം, കുടുംബ ബന്ധം മറ്റു ബന്ധങ്ങളെപ്പോലെ അല്ല. അതുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. അപ്പോൾ പരിഹാരമായി. മറ്റു ബന്ധങ്ങളെ പോലെ അല്ല കുടുംബ ബന്ധം. എത്ര ബന്ധങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ സ്ഥാപനത്തിൽ അവിടുത്തെ കൊളീഗ്സുമായി നമുക്കൊരു ബന്ധമുണ്ട് അല്ലേ? അത് ബന്ധമാണ്. അയൽപ്പക്ക ബന്ധമുണ്ട്, ബന്ധമാണ്. സുഹൃത്ത് ബന്ധമാണ്. നമുക്ക് സംഘടനകളുണ്ട്, പല സംഘടനകൾ പ്രവർത്തിക്കുകയാണ്, ബന്ധമാണ്. സംഘടനാ ബന്ധം ഉണ്ട്, അയൽപ്പക്ക ബന്ധം. പക്ഷേ ഈ ബന്ധങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ബന്ധമാണ് കുടുംബം. കുടുംബം നട്ട് നനച്ച് വളർത്തണം. വെറുതെ കൊണ്ട് സ്നേഹം ഉണ്ടാവില്ല. ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് എൻ്റെ ഭാര്യ ആവില്ല. അവളെ സ്നേഹിക്കണം. അവളെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളായി മാറണം. വെറുതെ ഭാര്യയാവില്ല. കെട്ടി നീ എൻ്റെ ഭാര്യയാണ്, നീ മുണ്ടരുത് എന്നൊരു കാര്യമില്ല. നിലവിലെ കാലത്ത് ഒരുപാട് വഴികൾ അവൾക്ക് പോകാനുണ്ട്, തെറ്റിപ്പോവും. ഭർത്താവ് അങ്ങനെയാണ്, ഒരുപാട് വഴികൾ അയാൾക്ക് പോകാനുണ്ട്, തെറ്റിപ്പോവും. ഇഷ്ടം പോലെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ബന്ധങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. 2500 ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ട്, 4000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇവർക്കിടയിൽ നമ്മൾ ജീവിക്കുന്നത്. അവരെക്കാൾ പ്രിയപ്പെട്ടതാവണം നമുക്ക് നമ്മുടെ കുടുംബം. അതെങ്ങനെയാ? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ബന്ധങ്ങളെയും പോലെ നിങ്ങൾ കുടുംബത്തെ കാണരുത്. കുടുംബ ബന്ധം ഊഷ്മളമാവാൻ 3 ബന്ധങ്ങളെ ഒരുമിച്ച് വെക്കണം. 3 ബന്ധങ്ങൾ ചേർന്നാൽ കുടുംബ ബന്ധമായി. പക്ഷേ ഈ 3 ബന്ധങ്ങൾ നിങ്ങളെ മറ്റു ബന്ധങ്ങളിൽ ഉണ്ടാവില്ല. ഏതാണ് ആ 3 ബന്ധം? നമ്മൾ പറഞ്ഞാൽ നിർത്തുകയാണ്. 1 ശാരീരിക ബന്ധം. ശാരീരിക ബന്ധം ഒരു കുടുംബത്തിനകത്തുള്ള ബന്ധത്തിൻ്റെ പേരാണ് ശാരീരിക ബന്ധം. കണ്ടോ? 1ാമത്തെ ബന്ധം അതാ, മറന്നു പോകരുത്. ഞാൻ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് സമയമുള്ളൂ. ശാരീരിക ബന്ധം വേണം അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. ബെഡ്റൂമിനകത്ത് മൊബൈൽ ഫോണുകൾ നിങ്ങൾക്കിടയിൽ വേലി കെട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഉണ്ടോ? ചിന്തിക്കണം. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. ഞാൻ വിശദീകരിക്കുന്നില്ല. മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. അപ്പോൾ പ്രശ്നമായി. നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നിപ്പോൾ ക്ലിയറായി അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം എന്താ നിങ്ങൾക്ക് മനസ്സിലായി. മക്കളുമായുള്ള ശാരീരിക ബന്ധം എന്താ? പ്രിയപ്പെട്ടവരെ, തൊടണം. നമുക്ക് തൊടാൻ പറ്റിയ
ഒരേ ഒരു ബന്ധം കുടുംബ ബന്ധമാണ്. ഇസ്ലാമിൻ്റെ പ്രത്യേകത എല്ലാവരും തൊടാൻ പറ്റൂല. അതാ ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഒരാണിന് തൊടാൻ പറ്റുന്നവരുടെ എണ്ണം വിരൽ കൊണ്ട് എണ്ണിയെടുക്കാം, അത്രേ പറ്റുള്ളൂ. എല്ലാവരും പോയിട്ട് തൊടാൻ പറ്റൂല. ഒരാണിന് എത്ര പെണ്ണുങ്ങളെ തൊടാം നിങ്ങൾക്ക് ഈ വിരൽ കൊണ്ട് എണ്ണിയെടുക്കാം, ഇതിനപ്പുറത്തൊക്കെ ഉണ്ടാവില്ല. ഉമ്മ, പെങ്ങള്, മോള്, ഭാര്യ, അങ്ങനെ കുറച്ചുകൂടി ഉണ്ട്, കഴിഞ്ഞ്. പിന്നില്ല, എൻ്റെ അപ്പുറത്തേക്ക് ബന്ധമില്ല. ഭാര്യൻ്റെ അനിയത്തി ഇല്ല, ഇല്ല. കണ്ടോ നിങ്ങൾ? അനിയൻ്റെ ഭാര്യ ഇല്ല. സ്കൂട്ടറും കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, കഴിഞ്ഞു. ബന്ധം കഴിഞ്ഞു. കയ്യിൽ എണ്ണാം. ഒരു പെണ്ണിന് ഏതൊക്കെ ആണിനെ തൊടാം? കോളേജിലെ ക്യാമ്പസിൽ ഗേറ്റിൻ്റെ അടുത്ത് 8:30 മണിക്കെത്തുന്ന പെണ്ണ്, ആ പെണ്ണിങ്ങനെ നിൽക്കുക. ഓളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കയറി വരുമ്പോൾ ആൺകുട്ടിയൊക്കെ അസ്സലാമു അലൈക്കും അള്ളാൻ്റെ പേരിലാണ് കൈ കൊടുക്കണത് അല്ലേ? കൈ കൊടുക്കാമോ? അപ്പോൾ അടുത്ത ചോദ്യം, ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു പ്രശ്നം. അത് മറ്റേ ചോദ്യമാണ്, ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ? എല്ലാ കാലത്തും പ്രശ്നമാണ്. കാരണം എന്താ? ഇസ്ലാം അതാ. ഇസ്ലാമിൽ ഒരു പെണ്ണിന് ആരൊക്കെ തൊടാം? ദാ വിരലെണ്ണിക്കോളൂ നിങ്ങൾ, അത്രേ പറ്റൂ അല്ലേ? ഈ തൊടുന്നവർ ശരിക്ക് തൊടണ്ടേ? ബാപ്പ മക്കളെ തൊടണ്ടേ? ഭാര്യ ഭർത്താവിനെ തൊടണ്ടേ? പെങ്ങളും ആങ്ങളെയും തമ്മിൽ തൊടണ്ടേ? ആ തൊടലുകൾക്കൊക്കെ അതിരുകളുണ്ട്. എത്രത്തോളം ആവാം? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തൊടലല്ലല്ലോ മക്കളെ തൊടല്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ തൊട്ടുരുമ്മിയിരിക്കുന്ന ഇടത്തിൻ്റെ പേരാ കുടുംബം. അപ്പോൾ ഈ തൊടൽ വേണ്ടേ? വേണ്ടേ? അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശാരീരികമായ ഒരടുപ്പം, ശാരീരികമായൊരു ബന്ധമുള്ള ഇടം കുടുംബം. നമ്മുടെ ഓഫീസിൽ ഇത് പറ്റുമോ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? കൈ കൊടുക്കാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? ഇല്ല, കഴിഞ്ഞു, കഴിഞ്ഞു. അപ്പോൾ ആ ബന്ധം, അതൊരു ബന്ധം, ഒരു ലിമിറ്റിനപ്പുറത്തുള്ളൊരു ബന്ധം. അതിനപ്പുറത്തോ ഒന്നും പറ്റില്ല, അതിനിടയിലൊന്നും പറ്റില്ല. പക്ഷെ കുടുംബത്തിലോ ഈ തൊടൽ വേണം. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ചിന്തിച്ചോ? ഉണ്ടോ? ഉണ്ടോ? ഈ തൊട്ടുരുമ്മിയിരിക്കുന്ന ഇടം കുടുംബം. മക്കളെ തൊടണം, ഭാര്യയെ തൊടണം, ഉമ്മയെ തൊടണം. ഉണ്ടോ? ടച്ച്, ടച്ച്. വല്ലാത്തൊരു മാറ്റം ഒരു മനുഷ്യനുണ്ടാക്കുന്ന സാധനം ടച്ച്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ തൊട്ടാൽ അവൻ ആത്മഹത്യയില്ല എന്നാ സൈക്കോളജി. തൊട്ടാൽ മതി. ഡോ എങ്ങട്ടാ നീ? വാ, ഞാൻ ഉണ്ട് കൂടെ. ഐ ആം വിത്ത് യു, യു ആർ നോട്ട് അലോൺ. ടച്ച്. എന്താ എന്തൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നറിയോ? ഇത് കുടുംബത്തിനകത്തുണ്ടാക്കണം. തൊടാൻ സമയം കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ ബന്ധത്തിൻ്റെ പേരെന്താ? ആദ്യത്തെ ബന്ധത്തിൻ്റെ പേരാണ് ശാരീരിക ബന്ധം. ഈ ശാരീരിക ബന്ധം നടത്തണമെങ്കിൽ വൃത്തി വേണം, വെടിപ്പ് വേണം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല സമയമില്ലാത്തത് കൊണ്ട്. ഇനിയോ രണ്ടാമത്തൊരു ബന്ധമുണ്ട്. അതിൻ്റെ പേരാണ് മാനസിക ബന്ധം. അപ്പം ശരീരം കൊണ്ട് ബന്ധമുള്ളത് കുടുംബം. അത് മക്കളാവട്ടെ, അത് ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ ഉണ്ടാവണം. ഇനിയോ അടുത്ത ബന്ധത്തിൻ്റെ പേരാണ് മാനസിക ബന്ധം. എന്താ മാനസിക ബന്ധത്തിൻ്റെ പ്രത്യേകത? മനസ്സടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു അതിനുള്ള മാർഗം എന്താന്ന് അല്ലേ? എന്താ മാർഗം? മനസ്സടുക്കാൻ പ്രിയപ്പെട്ടവരെ സംസാരിക്കണം. എങ്ങനെ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വിശദീകരിക്കുന്നില്ല അല്ലേ? നന്നായി സംസാരിക്കണം. അപ്പോൾ തൊടണം, സംസാരം വേണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴോ മനസ്സിങ്ങനെ അടുക്കും. എത്രത്തോളം നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സടുക്കും. എത്രത്തോളം നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നുവോ മനസ്സിങ്ങനെ അകന്നു പോകും. അപ്പോൾ സംസാരിക്കണം അല്ലേ? ഗൾഫുകാർക്കുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഭാര്യയോട് ഗൾഫിലുള്ള ഒരു മനുഷ്യൻ നിർത്തി നാട്ടിൽ വന്നു, ഗൾഫിൽ നിന്ന് നിർത്തി നാട്ടിൽ വന്നു. തുടങ്ങിയതൊരു ബേക്കറിയാണ്. ഗൾഫുകാർക്ക് തുടങ്ങാൻ ഏറ്റവും എളുപ്പം ബേക്കറിയാണല്ലോ. നേരെ പോയിട്ടൊരു ബേക്കറി തുടങ്ങി. അയാൾ ഗൾഫിലാവുന്ന സമയത്ത് എന്താ സ്ഥിതി എന്നറിയോ? മൂപ്പര് സുബൈക്ക് എണീക്കും. സുബൈക്ക് പള്ളിക്ക് കുറച്ചവിടെ നടക്കണം. സുബൈക്ക് എണീറ്റ് മൂപ്പര് ആ താമസിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭാര്യയ്ക്ക് വിളിക്കും. 2.5 മണിക്കൂർ സമയദൈർഘ്യമാണ് സൗദി അറേബ്യയും നാടും തമ്മിൽ അല്ലേ? ഇയാൾ സുബൈക്ക് എണീക്കുമ്പോഴേക്ക് ഭാര്യ അടുക്കളയിൽ പണിനെ തിരക്കിലായിരിക്കും. ഇയാൾ ഭാര്യയ്ക്ക് വിളിക്കും സുബൈക്ക്. അവൾ കാത്തിരിക്കും. അവൾ അടുക്കളയിൽ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഫോണിലങ്ങനെ സംസാരിക്കും. അയാൾ സുബൈക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ കയറുമ്പോൾ അയാൾ പറയും, എടി ഞാൻ പള്ളിയിൽ എത്തിയിട്ടോ, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോഴേക്ക് അവൾ വേഗം പത്തിരിയൊക്കെ കുഴച്ച് റെഡിയാക്കി 2 കൈ കൊണ്ടുള്ള പണിയൊക്കെ തീർത്ത് വെക്കും. അയാൾ സുബൈ നിസ്കരിച്ച് ഇറങ്ങി ചെരുപ്പിട്ട് പുറത്തിറങ്ങിയാൽ വീണ്ടും ഭാര്യയ്ക്ക് വിളിക്കും. നിസ്കരിച്ചിട്ട് ഒന്ന് നടക്കും. ആ നടത്തത്തിലൊക്കെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും.
ഓക്കെ, നിങ്ങൾ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വരും. രാത്രി പണി കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും. ഇപ്പം നിർത്തി നാട്ടിലെത്തി. എന്താ സംഭവിക്കുക? രാവിലെ 6 മണിക്ക് ബേക്കറി തുറക്കണം. ഇയാൾക്ക് ഒഴിവുണ്ടാവുമോ ഭാര്യനെ വിളിക്കുക? ഉണ്ടാവുമോ? കൗൺസിലിങ്ങിന് വന്ന് ഭാര്യ എന്നോട് പറയാം, സാറേ മൂപ്പരോട് ആ ബേക്കറി പൂട്ടിയാണ്ട് ഗൾഫ് പോകാൻ പറയൂ. ഞാൻ ചോദിച്ചാൽ എന്താ എല്ലാ ഭാര്യമാരും എന്നാൽ എന്നോടൊന്ന് സംസാരിക്കാൻ സമയം കിട്ടുമല്ലോ, ഫോണിൽ കൂടി ആണെങ്കിലും മുണ്ടൂലപ്പോൾ. ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും മൂപ്പര് ക്ഷീണമായി, ഒറ്റ ഉറക്ക, ഭാര്യയോട് സംസാരമില്ല, മനസ്സിങ്ങനെ അകന്നു പോവാണ്, ബന്ധങ്ങളിങ്ങനെ പ്രശ്നമാവാണ്. കണ്ടോ നിങ്ങൾ? അപ്പോൾ കുടുംബം എന്ന ഏറ്റവും മനോഹരമായ ഈ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ബന്ധത്തിൻ്റെ പേരാണ് മാനസിക ബന്ധം. ഒരൊറ്റ ബന്ധം കൂടി ഉണ്ട്, പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിൻ്റെ പേരാണ് ആത്മബന്ധം. എന്താ സാധനം എന്നറിയോ? മരിച്ചാലും പിരിയാത്ത ബന്ധം. മരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, സ്വാഭാവികമായിട്ടും നമ്മൾ മരിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന്. ഭർത്താവ് മരിച്ച് മയ്യത്ത് വീട്ടിൽ കൊണ്ടുവച്ചു, കബറടക്കി. ഭാര്യ ഇദ്ദയിലിരുന്നു. ഉമ്മയാണ്, വലിയ മക്കളൊക്കെ ഉണ്ട്. മൂത്ത 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചിന്, ഒരു മകനുണ്ട്, അവൻ കല്യാണം കഴിച്ചിന്. ഉമ്മ ഇദ്ദയിലാണ്. ഇദ്ദ കഴിയുന്ന ദിവസം 4 മാസം 10 ദിവസം കഴിഞ്ഞു. ഇദ്ദ കഴിയുന്ന ദിവസം മൂത്ത മകളെ ഫോണിലേക്ക് ഉമ്മ വിളിച്ച് തലേ ദിവസം ഉമ്മ പറയാം, മോളെ എൻ്റെ ഇദ്ദ നാളെ കഴിയും. മോള് പറഞ്ഞു, എനിക്കറിയാം അമ്മ, എൻ്റെ അടുത്ത് കണക്കില്ലേ. ഉമ്മ ഇദ്ദ ദിവസം ബാപ്പ മരിച്ചോക്കെ എൻ്റെ അടുത്ത് കണക്കില്ലേ അമ്മ, അതുകൊണ്ട് എനിക്കറിയാം അമ്മ ഇദ്ദ കഴിയാണ്. മോളെ നാളെ ഇദ്ദ കഴിയണപ്പോൾ എനിക്കറിയാലോ, അറിയാം. നീ കാറുമായി വരണം. മോള് ചോദിച്ചു, എന്തിനമ്മാന്ന്? എനിക്ക് നിൻ്റെ വീട്ടിലൊന്ന് വന്ന് സമാധാനത്തിൽ നിൽക്കണം. ആരെ വീട്ടിലാ? സ്വന്തം മോളെ വീട്ടിൽ. അപ്പോൾ ബാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് മോളെ വീട്ടിൽ പോകാൻ കഴിഞ്ഞോ? മോളെ വീട്ടിൽ കണ്ട് കയറുമ്പോൾ തന്നെ ബാപ്പ തുടങ്ങും, പോവാ തുടങ്ങും. അപ്പം ഈ പെണ്ണ് സ്വതന്ത്രമായത് എപ്പോഴാ? ഈ പെണ്ണ് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാ? നിങ്ങൾ ജീവിച്ചിരുന്നപ്പോഴാണോ മരിച്ചപ്പോഴാണോ? ആണോ? നിങ്ങളുടെ മയ്യത്തെടുത്താൽ നിങ്ങളുടെ ഭാര്യ ജീവിതകാലം മുഴുവൻ ഓർക്കണം അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ നിങ്ങൾ പോയാൽ നിങ്ങളുടെ ഭാര്യ എന്താ ഓർക്കുക? കുറച്ചുകൂടി നേരത്തെ പോയിടേ, കുറച്ചുകൂടി നേരത്തെ ഇതൊക്കെ നോക്കി അല്ലേ? എങ്ങനെയാണോ? ഇനി നിങ്ങളോ ഭാര്യ മരിച്ചു പോവാണ്, നിങ്ങൾ അവളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? എൻ്റെ അടുത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരിക, 63 വയസ്സ് പ്രായം, ഒരു മനുഷ്യനെ കൊണ്ടുവന്നത് മക്കളാ. അയാൾക്ക് 4 മക്കളോ 5 മക്കളോ കണ്ടുണ്ട്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് 3 മക്കളാ. 3 മക്കൾ ബാപ്പാനെയും കൊണ്ടുവരിക. മൂത്തത് മകളാ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു 10-60 വയസ്സ് പ്രായമുള്ളൊരു മനുഷ്യന് നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ, ഒരു 10-35 വയസ്സ് പ്രായമുള്ള മോളുണ്ടാവും അന്നത്തെ കാല. ഈ മോളാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. മോളും കൂടെ അവളുടെ 2 ആങ്ങളമാരും എൻ്റെ മുമ്പിൽ വന്നിരുന്നു. 63 വയസ്സുള്ള ഒരു മനുഷ്യൻ പുറത്തിരിക്കുകയാണ്. ഞാൻ ആ മോളോട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിക്കലും മകളുടെ കണ്ണ് നിറഞ്ഞു, ആങ്ങളമാരെ കണ്ണ് നിറഞ്ഞു. ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഉമ്മ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് മരിച്ചുപോയി. അത് പറയലും ഒരു കരയലും. ഞാൻ വിചാരിച്ചു ഉമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് ഉണ്ടാവുള്ളൂ, എൻ്റെ വിഷമവും സങ്കടവും ആയിരിക്കും, കുറച്ച് കരഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചു, ഉമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്ര ആയി? ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം മുമ്പ് മരിച്ച ഉമ്മനെ ആലോചിച്ചിട്ട് ആ പെൺകുട്ടി കരയണേ. ആ 2 ആൺകുട്ടികളും കണ്ണിൽ വെള്ളം നിറയുന്നു ഉമ്മനെ ഓർത്തിട്ട്. ഞാൻ ചോദിച്ചു, 3 കൊല്ലം ഉമ്മ മരിച്ചിട്ട് എന്നിട്ടെന്താ നിങ്ങളിങ്ങനെ കരയണത്? ആ പെൺകുട്ടി പറഞ്ഞു, സാറേ സ്നേഹമായിരുന്നു എൻ്റെ ഉമ്മ സ്നേഹമായിരുന്നു. ആ പെൺകുട്ടി പറയാ, എന്തൊരു സ്നേഹം എന്നറിയോ? ഉപ്പയും ഉമ്മയും തമ്മിൽ തല്ലുകൂടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല സാറേ. എൻ്റെ ഉമ്മാൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകലാണ് എൻ്റെ ഉപ്പാൻ്റെ പണി. അത്ര സ്നേഹത്തിലായിരുന്നു അവർ. ഞാൻ ചോദിച്ചു, ഉമ്മക്ക് എന്താ പറ്റിയേ? ക്യാൻസർ ആയിരുന്നു, ഒരുപാട് അസുഖങ്ങൾ. അറിഞ്ഞപ്പോൾ വൈകിപ്പോയി, 4ാമത്തെ സ്റ്റേജിലാണ് അറിഞ്ഞത്. എൻ്റെ ഉമ്മ 4 മാസമാണ് സാറേ അറിഞ്ഞതിന് ശേഷം ജീവിച്ചത്. പിന്നെ പോയി. എൻ്റെ ഉപ്പ ഒറ്റക്കാണ്. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്താ ഇപ്പം നിങ്ങളെ പ്രശ്നം എന്താ? അത് പറ. അവർ പറയാം, സാറേ എൻ്റെ ഉപ്പ, ഞങ്ങൾ ഉപ്പനെ പൊന്നുപോലെ നോക്കും ഉപ്പനെ. പക്ഷേ ഞങ്ങൾ എത്ര നോക്കിയാലും ഒരു ഭാര്യ നോക്കുന്ന പോലെ ആവൂലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഉപ്പാനെ ഒരു കല്യാണം കഴിപ്പിക്കണം. ഇനിയുള്ള കാലം ഉപ്പാക്ക് താങ്ങാവാൻ ഉപ്പാനൊരു കല്യാണം കഴിപ്പിക്കണം. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ചിന്തിക്കണം. നിങ്ങളുടെ ഒക്കെ പെണ്ണുങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഉത്തരങ്ങൾ പറഞ്ഞാൽ എനിക്കറിയില്ല.
ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുമോ? ഈ ചോദ്യം ഏറ്റുവാങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ അതിൽ? ഉണ്ടോ? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുമോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാത്തിനും നോക്കുന്നുണ്ടെന്നല്ലേ. ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ മരിച്ചാൽ വേറെ കെട്ടുമെന്ന് അല്ലേ. ഇവരൊക്കെ വിചാരം, ഈ പെണ്ണുങ്ങളൊക്കെ വിചാരം അങ്ങനെയാണ്, ഒരു മരിക്കാൻ കാത്തിക്ക് നമ്മളിങ്ങനെ പെണ്ണിട്ട് കിടക്കാനെന്ന് അല്ലേ. അങ്ങനത്തെ ഒരു വിചാരം അവർക്ക്. പക്ഷേ ഈ മനുഷ്യനോട് മക്കൾ പറയാണ്, ബാപ്പാ നിങ്ങളൊരു പെണ്ണ് കെട്ടണം, ഞങ്ങൾ നോക്കാം ഭാര്യയെ, നിങ്ങൾക്ക് പറ്റിയൊരു പെണ്ണിനെ എന്ന് ഈ ബാപ്പാനോട് പറയുക. അങ്ങനെ ഈ വിഷയവുമായിട്ട് ആദ്യം ബാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നത് ആരാ അറിയോ? മോള. ബാപ്പാക്ക് ഏറ്റവും ഇഷ്ടം ഈ മോളെയാണ്. ആദ്യമായിട്ട് കിട്ടിയ പെൺകുട്ടിയാണ്. ബാപ്പാർക്ക് പെൺകുട്ടികളോട് ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ ബാപ്പാനോട് സ്നേഹം മുതലെടുത്തിട്ട് ആങ്ങളാർ പറഞ്ഞു, നീ പറ ബാപ്പാനോട്. ഇവള് ബാപ്പാൻ്റെ അടുത്ത് ചെന്നിരുന്ന് ബാപ്പാനൊക്കെ ഇങ്ങനെ ഉഞ്ഞിട്ട് പറഞ്ഞു, ബാപ്പാ ഒരു കാര്യം പറയാനുണ്ട്. മോള് പറഞ്ഞോളൂ. ബാപ്പ ഒരു കല്യാണം കഴിക്കണം. ബാപ്പ അവളെ കയ്യെടുത്തിട്ട് മേൽനിന്ന് മാറ്റി, ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ കാര്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, എൻ്റെ അടുത്തേക്ക് വരരുത്. മോള് ബ്ലോക്കായി. മൂത്ത മകൻ പറഞ്ഞു, ഞാൻ പറയാം. അവൻ വന്ന് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ കല്യാണം കഴിക്കണം. ബാപ്പ പറഞ്ഞു, ഇതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്, നിങ്ങൾക്ക് ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, വരരുത്. അങ്ങനെ ആര് പറഞ്ഞിട്ട് ഇയാൾ കല്യാണത്തിന് സമ്മതിക്കാത്തപ്പോഴാണ് ഇയാളെയും കൂട്ടിയിട്ട് ഒരു ഇന്നോവ കാറിൽ 3 മക്കളും അയാളും കൂടി എന്നെ കാണാൻ വന്നത്. എന്നിട്ട് മക്കൾ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാറൊന്ന് ബാപ്പാനോട് സംസാരിക്കുക, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലേ. 63 വയസ്സുള്ള മനുഷ്യൻ എൻ്റെ റൂമിലേക്ക് വരിക. അയാൾ എൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഞാൻ മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞു, എന്തൊക്കെയാണ് വർത്താനം, സുഖമല്ലേ, എന്തായിരുന്നു നിങ്ങൾക്ക് ജോലി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അയാൾ അതിനൊക്കെ മറുപടി പറഞ്ഞു, വളരെ ഹാപ്പിയാണ്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് അവസാനിപ്പിച്ചു. ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ ഗ്യാപ്പ് ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുമ്പോൾ അയാൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി പറഞ്ഞു, സ്റ്റോപ്പ്, ഇനി നിങ്ങൾ പറയാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം. ചോദിച്ചാൽ എന്താ? ഇന്നൊരു കല്യാണം കഴിപ്പിക്കാനല്ലേ, നിങ്ങൾ കൊണ്ടുവന്നപ്പോഴേ എനിക്കറിയാം അവരെന്തിനാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ടേ, നിങ്ങൾ ഒറ്റപ്പെട്ട് പോവില്ലേ. അത് പറഞ്ഞതും അയാൾ നിലത്തേക്ക് ഇങ്ങനെ നോക്കി, നിലത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അയാൾ എന്നോട് പറഞ്ഞു, സാറേ 15ാമത്തെ വയസ്സിൽ എൻ്റെ കയ്യും പിടിച്ച് എൻ്റെ കൂടെ വന്നത് എൻ്റെ ഭാര്യ. 15 വയസ്സിൽ. അന്ന് മുതൽ മരിക്കുന്നത് വരെ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് എന്നെ അവൾ വേദനിപ്പിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടേ ഉള്ളൂ സാറേ. നല്ല സ്നേഹമായിരുന്നു അവള്. സ്നേഹം ഉണ്ടോ? മക്കൾക്കും ഇഷ്ടമായിരുന്നു. എന്നിട്ടോ ഉളുപ്പോയി. ആ മനുഷ്യനോട് പറയാം, സാറേ ജീവിതത്തിൽ ഞാൻ എത്ര ജീവിച്ചാലും, എത്ര കൊല്ലഞ്ഞ് ജീവിച്ചാലും, ഞാൻ കഷ്ടപ്പെട്ടാലും അവൾ കിടന്ന ബെഡിൻ്റെ പകുതി ഉണ്ടല്ലോ, ആ ബെഡിൽ ഞാൻ വേറൊരു പെണ്ണിനെ കിടത്തൂല. ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അവളെ സ്നേഹിച്ച പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഒരു പെണ്ണിനെയും. ഞാൻ ഒറ്റപ്പെട്ടു പോയിക്കോട്ടെ, പക്ഷേ ഞാൻ ഇങ്ങനെ ജീവിക്കും. എന്നിട്ട് അയാൾ എന്നോട് പറയാ, ഞാൻ ഇപ്പം കുറേ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നോമ്പ് വെൽക്കുന്നുണ്ട്, ഞാൻ കുറേ ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് അറിയോ എന്തിനാ? എൻ്റെ ഭാര്യ സ്വർഗത്തിലായിരിക്കും, അവൾ ഭയങ്കര നിസ്കാരം നോമ്പൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അവളുടെ കൂടെ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി അല്ലേ. നമ്മളാണെങ്കിൽ ഇവിടെ ഉള്ളത് വെറുപ്പിച്ചാണ്ട് വേറെ കെട്ടുമോ നോക്കി ഇറക്കുക അല്ലേ. മാക്സിമം വെറുപ്പിച്ചിട്ട് നിങ്ങൾ വേറെ കെട്ടുമോ? കെട്ടാനുള്ള പൂജയൊക്കെ തീർന്നുണ്ടാവും അല്ലേ. ഒരാളിൻ്റെ അടുത്ത് ഭർത്താവിനെയും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്, സാറേ ഇയാൾ വേറെ കെട്ടുമോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു, എന്താ സ്ഥിതി എന്ന്. അയാൾ ഇങ്ങനെ കൈ വെച്ചാണ് എന്നോട് പറഞ്ഞു, സാറേ കെട്ടാനുള്ള പൂതി 5 കെട്ടാണ്, ഇവളെ കെട്ടിയോട് കൂടി 5, 4 കെട്ടാൻ പറ്റുള്ളൂ, എനിക്ക് 5 പൂതി കെട്ടാണ്. അതുകൊണ്ട് ആ പേടിഞ്ഞ് പേടിക്കണ്ട, അത്ര ഓള് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, വെറുപ്പിച്ച് കൈ കൊടുത്തിട്ട്. അയാൾക്ക് ഇനിയൊരു പെണ്ണിട്ടുള്ള പൂതിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കാര്യത്തെക്കുറിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. ആ മനുഷ്യൻ കണ്ണിൽ വെള്ളം നിറച്ച് പറയാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിന്ന് അയാൾ പറയാണ്, സാർക്ക് എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ നിങ്ങൾ? ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? എൻ്റെ മക്കളെ വിളിച്ചിട്ട് എന്നോട് ഈ വിഷയം പറയരുതെന്നൊന്ന് പറ, എനിക്ക് പറ്റൂല. അതുകൊണ്ട് മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വിഷയവുമായിട്ട് വരരുതെന്ന് പറ. 3 മക്കളും എൻ്റെ മുമ്പിലിരിക്കുക. ഞാൻ പറഞ്ഞ ബാപ്പനെ വിട്ടേക്ക്, ഉമ്മ ബാപ്പനെ വല്ലാണ്ട് സ്നേഹിച്ചിരിക്കുന്നു, ബാപ്പാക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉമ്മ കൊടുത്തിരിക്കുന്നു, ബാപ്പാക്ക് ആ സ്ഥാനത്ത് വേറൊരാളെ കാണാൻ കഴിയില്ല. ആ മക്കൾ 3 ഇരുന്ന് കരയുക, 3 മക്കളും കരയുക. ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പം ബാപ്പനെ നിങ്ങൾ നോക്കാനുള്ള പോലൊക്കെ നോക്ക്, ഇനി വേറെ നിവൃത്തിയില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ശരിയാ സാറേ, സ്നേഹമായിരുന്നു എൻ്റെ ഉമ്മ,
എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെയുള്ള ഒരു ജീവിതത്തെ നമ്മുടെ പുതിയ തലമുറക്ക് മുന്നിൽ വരച്ചു കാണിച്ചുകൊണ്ട് കുടുംബം ഇടുങ്ങിയതല്ല, കുടുംബം പ്രശ്നമല്ല, കുടുംബമാണ് പരിഹാരമെന്നും സ്നേഹിക്കുന്ന ഇടമാണ് കുടുംബമെന്നും ഒരു പെണ്ണിൻ്റെ സ്വപ്നത്തിൻ്റെ ചിറകുകൾ മുളയ്ക്കുന്ന ഇടമാണെന്നും ഉമ്മ ബാപ്പ നമ്മുടെ കുടുംബം ഏറ്റവും മികച്ച സ്ഥലമാണ് എന്നും ഇവിടെയാണ് സ്നേഹം പൂത്തുലയുന്നതൊക്കെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാൻ നിങ്ങളെയും എന്നെയും പോലെ ഈ കുടുംബത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആധുനിക ലോകത്ത് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ആ ശ്രമമാണ് ഈ ഫാമിലി കോൺഫറൻസ് നിങ്ങൾക്ക് മുന്നിൽ നൽകുന്ന ഉത്തരം. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളൊരു ഉത്തരം. ഈ ഓഡിറ്റോറിയം നമുക്ക് വേണ്ടി ഖത്തറിൻ്റെ മതകാര്യ വകുപ്പ് ഒരുക്കി തന്ന പരിപാടിയാണിത്. ഈ പരിപാടിയിൽ ഈ ഓഡിറ്റോറിയം, ഇതും ഈ സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റോറിയമാണ്. നിങ്ങൾ നോക്കണം, ഇതൊക്കെ ഒരുക്കി തന്നിട്ട് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുക. എന്തിനാണെന്നറിയോ? ഈ ഓഡിറ്റോറിയത്തിൻ്റെ പടികളിറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനാവണം, ഒരു പുതിയ കുടുംബമാവണം, ആ കുടുംബത്തിനകത്തുള്ളൊരു മാറ്റമുണ്ടാവണം. ആ മാറ്റത്തിൻ്റെ തിരിതെളിക്കുന്ന, മാറ്റത്തിൻ്റെ നാന്ദി കുറിക്കുന്ന ഒരു വേദിയായി മാറട്ടെ നമ്മുടെ ഈ കുടുംബ സംഗമത്തിൻ്റെ വേദി എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നാം ഏവരെയും റബ്ബ് സുബ്ഹാനഹു തആല കുടുംബത്തോടെ ഇതുപോലെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ഈ മതകാര്യ വകുപ്പിൻ്റെ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച ഈ സംഘാടകർക്കും ഈ സൗദിയിലെ നമുക്ക് ഈ മനോഹരമായ വേദി ഒരുക്കി തന്ന ഔക്കാഫിനുമൊക്കെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കാണാം എന്ന ഒരു പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരുടെയും കുടുംബത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന ഒരു പരിപാടിയാവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഓടി നടന്ന, ഇപ്പോഴും പരിപാടി കേൾക്കാതെ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തുമൊക്കെ നിൽക്കുന്ന ഇതിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട്, സംഘാടകരുണ്ട്. ഈ സംഘാടകർക്ക് അവരുടെ പരിശ്രമത്തിന് റബ്ബ് സ്വർഗം പകരമായി നൽകുമാറാവട്ടെ. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും, ഈ ഔക്കാഫിനും ഇത് വിട്ടുതന്നവർക്കുമൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ സ്വർഗത്തിലെ വലിയ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബം ഏറ്റവും മികച്ച കുടുംബമാവാനും നമ്മുടെ മക്കൾ ഏറ്റവും നല്ല മക്കളുമാവാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.